ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. 9ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 2 ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. 15 സെന്റിമീറ്റർ ചുറ്റളവും വീതി നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായ ചതുരം വരയ്ക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു ചതുരം വരയ്ക്കാനാണ് അതിൻ്റെ അനുപാതം റേഷ്യോ തന്നിരിക്കുന്നത് 3:4 ആണ്. അപ്പോൾ നമുക്കറിയാലോ, റെക്ടാംഗിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2 × L+B ആണ് ചതുരത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ 2 × L+B എത്രയാണ്? 15. അപ്പോൾ L+B എത്രയെന്ന് കിട്ടും? 15/2 സമത്ര 7.5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് നീളവും വീതിയും തമ്മിലുള്ള തുക. അപ്പോൾ ഈ 7.5 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലിൽ വരയ്ക്കാം. 7.5 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് 7.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റേഷ്യോ എത്രയാ? 3:4 ആണല്ലോ. 3:4 നോക്കിയിട്ട് 3+4 എടുക്കുക. 3+4 എത്രയാ? 7. ആ 7 നമ്മൾ ഈ ലൈനിൻ്റെ, ഇപ്പം ഞാൻ AB എന്ന് പേര് കൊടുത്താൽ എയിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ച് ചരിച്ച് മുകളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? 7 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. 7 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയല്ലോ. നമുക്ക് എന്താ വേണ്ടത്? റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ B എന്ന് പറയുന്ന പോയിന്റും ഇപ്പോൾ വരച്ച എൻഡ് പോയിന്റും കൂടി എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അവിടെ നമുക്ക് C എന്ന് പേര് കൊടുക്കാം. ഇനി നമ്മൾ ഈ ലൈൻ ഇപ്പോൾ വരച്ച AC ലൈനിലെ അവിടെ 3:4 അല്ലേ. അപ്പോൾ 3-യിലൊരു പോയിന്റ് കൊടുക്കുക. 3-യിലൊരു പോയിന്റ് കൊടുത്തു. ഞാൻ പേര് വേണമെങ്കിൽ D എന്ന് കൊടുക്കുക. എന്നിട്ട് സിയിൽ സ്കെയിൽ വെച്ച് പാരലായിട്ട് ആ പൊസിഷൻ മാറാതെ സിയിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ച് അടുത്തൊരു ലൈൻ പാരലായിട്ട് വരയ്ക്കുക. ഇനി നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ നീളം എന്ന് പറയുന്നത് AEയും റെക്റ്റാങ്കിളിൻ്റെ വീതി എന്ന് പറയുന്നത് EBയും ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് അളവുകൾ ഉപയോഗിച്ചാണ് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് EB കോമ്പസിലെടുക്കുക. EB കോമ്പസിലെടുത്തതിന് ശേഷം എയിൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇയിൽ വെച്ച് എന്ത് ചെയ്യുക? ആർക്ക് കട്ട് ചെയ്യുക. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കിട്ടണ്ടേ? റെക്റ്റാങ്കിൾ അല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി അല്ലേ. അപ്പോൾ എയിൽ വെച്ചിട്ട് 90 ഡിഗ്രിയിലേക്കൊരു മാർക്ക് കൊടുക്കുക. ഇയിൽ വെച്ചും 90 ഡിഗ്രിയിലൊരു മാർക്ക് കൊടുക്കുക. ഇനി എയിൽ നിന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് നീട്ടി വരയ്ക്കാം. വരച്ചല്ലോ. അപ്പം നമുക്ക് ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ ഭാഗം യോജിപ്പിക്കാൻ നമുക്ക് എന്ത് കിട്ടും? റെക്റ്റാങ്കിൾ കിട്ടും. പേര് കൊടുക്കാം. കണ്ടോ? AEFG എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ കിട്ടി. അതിൽ AE ആണ് അതിൻ്റെ നീളം. വീതി എന്താണ്? BE ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്സ് ഓഫ് ബിലോ ഓഫ് പെരിമീറ്റർ 30 സെൻറ്റിമീറ്റേഴ്സ്. ചുവടെ പറയുന്ന ഓരോ തരത്തിലുള്ള ത്രികോണം ചുറ്റളവ് 13 സെൻറ്റിമീറ്ററായി വരയ്ക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യന് 3 പാർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് നമുക്കൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. സമഭുജ ത്രികോണം വരയ്ക്കണം. അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ. ഇവിടെ റേഷ്യോ ഒന്നും പറഞ്ഞിട്ടില്ല. പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 13 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ നമുക്ക് സ്കെയിലെടുത്ത് വെച്ച് വരയ്ക്കാം. 13 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് ട്രയാങ്കിൾ അല്ലേ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം അല്ലേ. അപ്പോൾ 13നെ 3 വെച്ച് ഭാഗിക്കുക. 13നെ 3 വെച്ച് ഭാഗിക്കുമ്പോൾ നമുക്ക് 3ൻ്റെ മൾട്ടിപ്പിൾ 13നേക്കാൾ ചെറിയ നമ്പർ ഏതാണ്? 12 3ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ആ 12 സെൻറ്റിമീറ്റർ വേണം നമ്മൾ ഇവിടെ നിന്ന് ചരിച്ചെടുത്ത് വരയ്ക്കാനായിട്ട്. നമ്മൾ വരച്ച ലൈനിൻ്റെ തുടക്കത്തിൽ നിന്ന് 12 സെൻറ്റിമീറ്റർ വേണം വരയ്ക്കാനായിട്ട്. ഇനി 12 സെൻറ്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളാക്കിയാൽ ഓരോന്നും എത്ര സെൻറ്റിമീറ്റർ വീതം കിട്ടും? 12നെ 3 വെച്ച് ഭാഗിച്ചാൽ 4 അല്ലേ. അപ്പോൾ ഓരോ 4 സെൻറ്റിമീറ്ററിൽ നമ്മൾ ഓരോ മാർക്കിങ് കൊടുക്കുക. 4, പിന്നെ 8-ലൊരു മാർക്കിങ് കൊടുത്തു. ദെൻ ഇവിടെ 12 അല്ലേ. ഇനി നമുക്ക് പേര് കൊടുക്കാം. ABC, ഇവിടെ പോയിന്റ് D, ഇവിടെ എന്താണ്? E. നമുക്ക് സിയും ബിയും തമ്മിൽ എന്ത് ചെയ്യാം? സിയും ബിയും തമ്മിൽ യോജിപ്പിക്കാം. സിയും ബിയും തമ്മിൽ യോജിപ്പിച്ചു. ഇനി CBയിൽ നിന്ന് പാരലൽ ലൈൻ അതുപോലെ സ്കെയിൽ മാറ്റാതെ ഡിയിലേക്ക് കൊണ്ടുവരിക. D എന്ന് വരയ്ക്കുക. ഇനി ഡിയിൽ നിന്ന് അവിടെ നമുക്കൊരു F എന്ന പോയിന്റ് കൊടുക്കാം. DFൽ നിന്ന് നേരെ ഇയിലേക്ക് കൊണ്ടുവരിക. അവിടെ മുട്ടിച്ച് അവിടെ എന്ത് ചെയ്യുക? ഒരു പാരലൽ ലൈൻ കൊടുക്കുക. G എന്ന് കൊടുക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് AG എന്ന് പറഞ്ഞ സൈഡിൽ വരയ്ക്കാം, GFൽ വരയ്ക്കാം, FBയിൽ വരയ്ക്കാം. ഈ 3 സൈഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മിഡിലായിട്ട് വരയ്ക്കുന്നു. ഈ അളവെടുക്കുക. ഈ അളവെടുത്ത് ആർക്ക് കട്ട് ചെയ്യുന്നു. അതേ അളവ് കോമ്പസ് മാറ്റാതെ അത് തന്നെ വരയ്ക്കുക. കണ്ടില്ലേ? നമുക്കെന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടിയല്ലേ. കിട്ടിയ ട്രയാങ്കിളിൻ്റെ 3 വശവും എന്താണ്? 3 സൈഡ്സും തുല്യമല്ലേ? GFന് തുല്യമല്ലേ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് തന്നിരിക്കുന്ന പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ അനുസരിച്ചുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്.
സെക്കൻഡ് പാർട്ട് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:4:5. രണ്ടാമതായിട്ട് വരയ്ക്കേണ്ട ട്രയാങ്കിളിന്റെ സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. വശങ്ങളുടെ അനുപാതം 3:4:5 5ആണ്. അപ്പോൾ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് പെരിമീറ്റർ എന്ത് തന്നെയാണ്, 13 സെന്റിമീറ്റർ തന്നെയാണ് പെരിമീറ്റർ എടുക്കേണ്ടത്. അതുകൊണ്ട് 13 സെന്റിമീറ്റർ ഉള്ള ലൈൻ തന്നെ നമുക്ക് ആദ്യം വരയ്ക്കാം. 13 സെന്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. AB എന്ന പേര് കൊടുക്കുക. ഇനി ഈ റേഷ്യോകൾ തമ്മിൽ ആഡ് ചെയ്തേ 3ഉം 4ഉം 5ഉം കൂടി കൂട്ടിയാൽ 3ഉം 4ഉം 7 5 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12 എന്ന് കിട്ടും. ഇനി എയിൽ നിന്ന് ആ 12 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക, മുകളിലേക്ക് വരയ്ക്കുക. 12 സെൻറ്റിമീറ്റർ തന്നെ മുകളിലേക്ക് വരയ്ക്കുന്നു. 12 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് 3 സെൻറ്റിമീറ്ററിലൊരു മാർക്കിങ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് 4 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ മാർക്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ എത്ര വരും, 5 സെൻറ്റിമീറ്റർ വരും അല്ലേ. CDE. ഇനി സിയും ബിയും നമുക്ക് എന്ത് ചെയ്യാം, യോജിപ്പിക്കാം. സിയും ബിയും യോജിപ്പിച്ചതിന് ശേഷം സ്കെയിൽ മാറ്റാതെ പാരലായി തന്നെ കൊണ്ടുവന്ന് ഡിയിൽ മുട്ടിച്ച് ലൈൻ വരയ്ക്കുക. സ്കെയിൽ മാറ്റാതെ ഡിയിൽ നിന്ന് ഇയിൽ കൊണ്ടുവന്ന് ലൈൻ വരയ്ക്കുക. FG പേര് കൊടുക്കുക. നമുക്കിനി വരയ്ക്കേണ്ടത് ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒന്നും അല്ല. വരയ്ക്കേണ്ട ട്രയാങ്കിൾ റേഷ്യോ 3:4:5 ആണ്. അതായത് 3 സൈഡും 3 അളവുകളാണ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. ഈ ഒരു സൈഡിലാണ് വരയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എന്തെടുക്കുക, ഒരു വശം AG എന്ന് പറയുന്ന മെഷർമെൻ്റ് എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഇനി അടുത്ത ഏത് സൈഡ് എടുക്കേണ്ടത്, FB എന്ന് പറയുന്നത് വശം എടുത്തതിന് ശേഷം Fൽ കുത്തി എന്ത് ചെയ്യുക, ആർക്ക് വരയ്ക്കുക. എന്നിട്ട് EGയും ഈ ആർക്കും കൂടി യോജിപ്പിക്കുക. Fഉം ഈ ആർക്കും കൂടി യോജിപ്പിക്കുക. കണ്ടോ, നമുക്ക് 3:4:5 എന്ന് പറയുന്ന റേഷ്യോയിലുള്ള ട്രയാങ്കിൾ ഇതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഐസോസെലസ് വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 മീറ്റർ ടൈംസ് ദ ബേസ്. അടുത്തതായി നമ്മൾ വരയ്ക്കേണ്ടത് 13 സെൻറ്റിമീറ്റർ പെരിമീറ്ററുള്ള ട്രയാങ്കിൾ തന്നെയാണ്. പക്ഷേ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കണം, ഒരു സമപാർശ്വ ത്രികോണമായിരിക്കണം. പിന്നെ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ 2 ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് ബേസിൻ്റെ 1.5 ഇരട്ടി ആയിരിക്കണം. ഇത് നമുക്ക് 13 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരയ്ക്കാം. 13 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഐസോസെലസ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ അതിൻ്റെ 2 സൈഡ്സ് ഈക്വൽ ആണ്. ഇവിടെ നോക്കിക്കേ, 2 സൈഡ്സ് തുല്യമായ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണിത്. 3 3 ബേസ് 2. ഈ ബേസ് എന്ന് പറയുന്നത് 2ൻ്റെ 1.5 ഇരട്ടി എടുത്തേ. 1.5 എന്ന് പറയുന്നത് എത്രയാണ്, 3/2 അല്ലേ. 1.5 ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 3. അപ്പോൾ ഈ 2ൻ്റെ 1.5 ഇരട്ടി, 2ൻ്റെ 1.5 ഇരട്ടിയാണ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് 2 എടുക്കാം. നമുക്ക് 2 വശങ്ങൾ, ഈ ലാറ്ററൽ സൈഡ്സ് തുല്യ വശങ്ങൾ നമുക്ക് 3 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഇത് 3ഉം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്, 2 5 8 കിട്ടും അല്ലേ. അപ്പോൾ 8 സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്നും 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. 8 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഈ എൻഡ് പോയിന്റുകൾ നമുക്ക് യോജിപ്പിക്കാം. ഇനി നമുക്ക് 2 സെൻറ്റിമീറ്ററിലൊരു മാർക്കിങ് കൊടുക്കാം. 2 സെൻറ്റിമീറ്ററിൽ മാർക്കിങ് കൊടുത്തു. ദെൻ അത് കഴിഞ്ഞ് 3 സെൻറ്റിമീറ്ററിലൊരു മാർക്കിങ് കൊടുത്തു. പിന്നെ 3 സെൻറ്റിമീറ്റർ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. പാരലൽ ലൈൻസ് പാരലായിട്ട് സ്കെയിൽ കൊണ്ടുവന്ന് പോയിന്റുകളിൽ മുട്ടിച്ച് പാരലൽ ലൈൻസ് വരയ്ക്കുക. അടുത്ത പോയിന്റിലും കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, പാരലൽ ലൈൻസ് വരയ്ക്കും. നമുക്ക് പേരൊക്കെ കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടായിരിക്കും. ABCDEFG എന്ന പേര് കൊടുത്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഐസോസെലസ് ട്രയാങ്കിൾ ആകുമ്പോൾ ബേസ് ഇവിടെ നമുക്ക് 2 എന്നെടുത്ത ഭാഗത്ത് നമുക്ക് ബേസ് ആയിട്ട് എടുക്കാം. അതാണ് ബേസ്. ഇനി നമുക്ക് വേണ്ടത് 3 ആണെന്താ, 3ഉം 3ഉം അല്ലേ നമുക്ക് അടുത്ത ലാറ്ററൽ സൈഡ്സ് ആയിട്ട് വേണ്ടത്. അപ്പോൾ ഈ സൈഡ് എടുക്കുന്നു. ആ സൈഡ് എടുത്ത് ഇവിടെ വെച്ചതിന് ശേഷം ആർക്ക് കിട്ടി. ഇവിടെയും 3 അവിടെയും 3 തന്നെ ആയതുകൊണ്ട് ആ 3 നമുക്ക് മാറ്റേണ്ട, അതിൻ്റെ മെഷർമെൻറ്റ് മാറ്റേണ്ട. ഈയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് കട്ട് ചെയ്യാം. ദെൻ ചേർത്ത് വരയ്ക്കുക. നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ഏത് ലംബകത്തിന്റെ വികരണങ്ങൾ പരസ്പരം മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പീസിയം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യേണ്ടത് ട്രപ്പീസിയത്തിന്റെ ഡയഗണൽ സെയിം റേഷ്യോസിൽ കട്ട് ചെയ്യുമെന്നാണ്. ഒരു ലംബകത്തിന്റെ വികരണങ്ങൾ തുല്യ അനുപാതത്തിൽ വിഭജിക്കുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു ട്രപ്പീസിയം വരച്ചിട്ടുണ്ട്. ട്രപ്പീസിയത്തിന്റെ പ്രത്യേകത എന്താ, ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് അല്ലേ. എ ബി ഇവിടെ സി ഡിക്ക് എന്താണ്, പാരലലാണ്. എ ബിയും സി ഡിയും ഇവിടെ പാരലലാണ്. അപ്പോൾ നമുക്കറിയാം, ഞാൻ ഇപ്പോൾ ഈ സെൻറ്ററിനൊരു O എന്ന് കൊടുക്കുന്നു. അപ്പോൾ എ ബിയും സി ഡിയും പാരലലാണല്ലോ. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നൊരു ലൈനാണ് AC
അല്ലേ? അപ്പോൾ ഇവിടെ എ സിയിലെ ഈ ഒരു പാർട്ടിൽ ആംഗിൾ ബി എ ഒ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്ത് തന്നെ കിട്ടും? എക്സ് എന്ന് തന്നെ കിട്ടത്തില്ലേ? അല്ലേ? പാരലൽ ലൈൻസിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ ഉണ്ടാവുന്ന, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആംഗിൾ ഒ ബി എ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആംഗിൾ ഒ ഡി സി എന്ത് കിട്ടും? വൈ എന്ന് കിട്ടത്തില്ലേ? അല്ലേ? അതുപോലെ ഇവിടുത്തെ ആംഗിൾ സി ഒ ഡി ഇസഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എ ഒ ബി എന്ത് കിട്ടും? ഇസഡ് എന്ന് കിട്ടത്തില്ലേ? അതായത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, എതിർകോണുകളല്ലേ? നിങ്ങൾ നോക്കിക്കേ, ഈ ത്രികോണം ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ ഒ സി ഡിയും അതുപോലെ ട്രയാങ്കിൾ ഒ ബി എയും കൺസിഡർ ചെയ്തപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടിയില്ലേ? രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് സെയിം ആണെങ്കിൽ അവ രണ്ടും എന്ത് ട്രയാങ്കിൾസ് ആയിരിക്കും? സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? അപ്പോൾ ഈക്വൽ ആംഗിൾസ് ആണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റുള്ള സൈഡ്സ് ഈക്വൽ റേഷ്യോയിലായിരിക്കില്ലേ? ഇവിടെ വൈ, ഈ ട്രയാങ്കിളിനകത്ത് വൈക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? എ ഒ ആണ്. അടുത്ത ട്രയാങ്കിളിന് വൈ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? ഒ സി ആണ്, അല്ലേ? അപ്പോൾ എ ഒ ബൈ ഒ സി ഈക്വൽസ് ഇവിടെ ഈ ട്രയാങ്കിളിന് എക്സിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ബി ഒ അല്ലേ? ബി ഒ. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? ഒ ഡി അല്ലേ? അപ്പോൾ എ ഒ ബൈ ഒ സി ഈക്വൽസ് ബി ഒ ബൈ ഒ ഡി എന്ന് എഴുതാൻ പറ്റില്ല. അതായത് ഇവയുടെ വികരണങ്ങൾ അല്ലെങ്കിൽ ഡയഗണൽസ് സെയിം റേഷ്യോയിലല്ലേ കട്ട് ചെയ്യുന്നത്?